ഹലോ ഫ്രണ്ട്സ്, ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു കൊഴുവ കറി വെക്കാം കേട്ടോ. കറി വെക്കാന്ന് പറഞ്ഞാൽ അരച്ച് നല്ലോണം അരഞ്ഞ് കറി വെക്കണമല്ല, ഒരു പകുതി പാകത്തിന് നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പോലെ പകുതി പാകമായിട്ട് അരയ്ക്കാം. എന്നിട്ടൊരു കറിയാണ് കേട്ടോ. നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ, എന്നാലേ നടക്കുള്ളൂ. ഒരു അരമുറി തേങ്ങയുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. അതൊന്ന് അരച്ചെടുക്കാം. ആദ്യം തേങ്ങ അരച്ചിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പകുതി പാകത്തിൽ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ഇത്. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിന് വേണ്ടി 2 പച്ചമുളകുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 കറിവേപ്പിലയുണ്ട്. അതിന് വേണ്ടി കുടംപുളി 2 ചുള വെള്ളത്തിയിട്ട് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്കപ്പോൾ സ്റ്റൗ കത്തിക്കാം. ഇത് മാറ്റി വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് പുളിവെള്ളം ഒഴിക്കാം. ഉപ്പും പുളിയെല്ലാം ഇട്ടതാണ്. അപ്പം ഈ അരപ്പും കൂടി യോജിപ്പിച്ചെടുക്കാം. അധികം ചാറൊന്നും ഇല്ലാത്ത കറിയാണിത്. ഒന്ന് തിളച്ചോട്ടെ. കുറച്ച് കൊഴുവേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാനൊരു കറി വയ്ക്കുവാണ്. നല്ലോണം വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുവാണ്. ഒരു കടലമാവ് എല്ലാം കൂടി ഇട്ട് കഴുകി അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുവാണ്. കടലമാവ് ഇട്ട് കഴുകിയാൽ നല്ലോണം ഉളുമ്പ് പോകും മീനിൻ്റെ. അത് ചെയ്ത് വെച്ചിരിക്കുവാണ് ഞാൻ. ഇനി തിളച്ചിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ചൂടാണെന്നറിയാം, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. എന്നാലും എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, മോരും വെള്ളം കുടിക്കുക, ലൈം ജ്യൂസ് കുടിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. ചൂട് കൂടുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക്. അതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് തിളക്കട്ടെ കേട്ടോ. ഇതൊന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വെന്തോട്ടെ. അടച്ച് വയ്ക്കാം. കൊഴുവയൊക്കെ നല്ല ഹെൽത്തിയായ സാധനങ്ങളാണ്. കൊഴുവ, മത്തി ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും കൊഴുവയൊക്കെ അധികം കഴിക്കുക. വലിയ മീനൊന്നും അധികം കഴിക്കാതെ ഇരിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനെടുത്ത് അടുപ്പത്തിടാം. തിളയ്ക്കാൻ കുറേ സമയം പിടിക്കും ചട്ടിയിലായതുകൊണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ എല്ലാവർക്കും ഇടുന്ന വീഡിയോ കാണാൻ പറ്റും. അതുകൊണ്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്ക്. സൺഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവരും അടുക്കളയിലെ പണിയും, കുട്ടികളാണെങ്കിൽ മൊബൈൽ കളിച്ചിരിക്കൽ, ഇതൊക്കെ ആയിരിക്കും. സൺഡേ ആകുമ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ വർക്കായിരിക്കും. വീട്ടിൽ ഇഷ്ടം പോലെ ജോലി ഉണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വിടുവാണ്. തിളച്ച് വരുന്നേ ഉള്ളൂ. എൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ അടുക്കളയിൽ ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ, മണി പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്, നല്ല ഐശ്വര്യമാണ് കേട്ടോ മണി പ്ലാന്റ്. ഇത് ഒരു ഗ്ലാസ്സിലോ ഒരു ചെറിയ കുപ്പിയിലോ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇത് വെക്കുന്നത് നല്ലതാണ്, നമുക്ക് ഐശ്വര്യം കിട്ടും. അപ്പോൾ വെക്കേണ്ട സ്ഥാനം അടുക്കളയുടെ കിഴക്കുവശം തന്നെയാണ്. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് നല്ലോണം മറിയട്ടെ, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മീൻ. ഇറക്കിയിടാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം പെറുക്കി ഇട്ടിട്ട് നല്ലോണം തിള കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ചോ. ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ കിച്ചണിൽ, ഒരു നിവൃത്തിയില്ല ചൂടുകൊണ്ട്. ഈ മീൻ നല്ലോണം അരയണ്ട കേട്ടോ. കൊഴുവ കറി വയ്ക്കുക, ഇങ്ങനെ ചുമലക്കറി വയ്ക്കുന്ന ഒരു പകുതി പാകം അരച്ചാൽ മതി. കുറച്ച് തേങ്ങ കടിക്കണ പോലെ നമ്മൾ അരച്ചെടുക്കുക. ഇത് മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വയ്ക്കാറുണ്ട്, പച്ചമുളക് കീറിയിട്ടിട്ട് അതുപോലെയും വയ്ക്കാം. പുളിയിലും കൊഴുവ പുളിയിട്ട് വറ്റിച്ചിട്ട് അതിനകത്ത് തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഒതുക്കിയിട്ട് ഇട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. തിളച്ചോട്ടെ നല്ലോണം. ഇതിലൂടെ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ ഇടന്നോട്ടെ, തണ്ടോട് കൂടി കിടക്കണം. പുളി വെള്ളത്തിലിട്ടുകൊണ്ട് വേഗം ഇളകി കിട്ടും നമുക്ക് പുളി. ഉപ്പും പുളിയും കൂടി വെള്ളത്തിലിട്ട നല്ല പുളി ഇളകും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വറ്റിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും. എന്നെ ഹെൽപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തവല്ല, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതേ കറി നല്ലോണം തിളച്ച് വൃത്തിയായിട്ടുണ്ട്. നിറച്ചിട്ടിച്ച് കൊടുക്കാം നമുക്ക്. കൊഴുവക്കൊന്നും അധികം വേവൊന്നുമില്ല. അരപ്പ് തിളച്ചാൽ പിന്നെ വേഗം കറിയാവും. നല്ല ഹെൽത്തിയായ മീനാണ് കൊഴുവ. എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യുക. ഉപ്പും പുളിയൊന്ന് നോക്കിക്കോട്ടെ, പാകമാണ്. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ എല്ലാം പാകമാണെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. കുഴപ്പമില്ല. ഇരുന്ന് പുളിയൊക്കെ ഇറങ്ങിക്കോളും നല്ലോണം. ഉപ്പും പുളിയെല്ലാം പിടിച്ചോളും. അപ്പം കറി കണ്ടല്ലോ, കൊഴുവ കറി വെച്ചത്. നല്ലോണം അരപ്പ് അരയാത്ത ഒരു കറിയാണിത്, ഇടം പാകത്തിന്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത സ്റ്റവ് ഓഫാക്കുവാണേ. അടുത്ത വീഡിയോ വരേക്കും ബൈ.